Turning and turning in the widening gyre, the falcon cannot hear the falconer. Things fall apart, the sender cannot hold. Mere anarchy is loose upon the world. The blood-dimmed tide is loosed, and everywhere the ceremony of innocence is drowned. The best lack all conviction, while the worst are full of passionate intensity. ടേണിങ് ആൻഡ് ടേണിങ് ഒരു സഡൻ ബിഗിനിങ് ആണ് ഈ ഒരു പോമിന് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഗയർ എന്നുള്ളത് നമ്മളൊരു വീലിൻ്റെ ഒരു ചക്രത്തിൻ്റെ ഇമേജ് മനസ്സിൽ കരുതുക. അതിങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെയാണ് നമ്മുടെ പോയിറ്റിന് കാണാൻ സാധിക്കുന്നത്. ഒരു റൊട്ടേഷൻ ഓഫ് എ ഗയർ അദ്ദേഹത്തിന് വിഷൻ ചെയ്യാൻ സാധിക്കുന്നു. ഇറ്റ് ഈസ് സിമ്പിൾ ഓഫ് ചേഞ്ച് ദ സിവിലൈസേഷൻ്റെ മാറ്റങ്ങളാണ്. ലോകം മാറിക്കൊണ്ടിരിക്കുന്നതിനെ സിമ്പിൾ കാണിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ടേണിങ് ആൻഡ് ടേണിങ് ഇൻ ദ വൈഡനിങ് ഗയർ. അതിങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളൊരു പിക്ചർ ഇവിടെ കൊടുത്തിട്ടുള്ളത്. ദ ഫാൽക്കൻ കനോട്ട് ഹിയർ ദി ഫാൽക്കനർ. ഫാൽക്കൻ എന്ന് പറയുന്നത് പരുന്താണ്. ഓക്കെ, ഫാൽക്കനൻ അതിൻ്റെ യജമാനൻ. ഫാൽക്കൻ ഇങ്ങനെ പറന്നുകൊണ്ടിരിക്കുകയാണ്. ഫാൽക്കനർ പറയുന്നുണ്ട്, മുകളിലോട്ട് പോകണ്ട, കുറച്ച് താഴെ ആയിട്ട് പറന്നാൽ മതി. എന്നാൽ അത് ഫാൽക്കൻ കേൾക്കുന്നില്ല. ഹിയർ ദ ഫാൽക്കൺ റെപ്രസെൻറ്റ്സ് ഹ്യൂമൻ ബീങ്സ് ആൻഡ് ഫാൽക്കണർ റെപ്രസെൻറ്റ്സ് ഗോഡ്. ഇവിടെ ഉദ്ദേശിക്കുന്നത് മനുഷ്യർക്ക് ദൈവത്തിലുള്ള വിശ്വാസം അവിടെ നഷ്ടപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ട്. അവർ ദേ ആർ ഫാർ അവേ ഫ്രം സ്പിരിച്വാലിസം ആൻഡ് ദെൻ മൂവ്ഡ് ടു മെറ്റീരിയലിസം ആൻഡ് ഗോഡ് കാൻ കൺട്രോൾ ഹ്യൂമൻ ബീങ്സ് എന്നുള്ള മീനിങ് ആണ്. തിങ്സ് ഫോൾ അപ്പാർട്ട്, എല്ലാ കാര്യങ്ങളും തകർന്നുകൊണ്ടിരിക്കുകയാണ്. ദ സെൻറ്റർ കനോട്ട് ഹോൾഡ്, ഒന്നുകിൽ ഭരണാധികാരികൾക്ക് മനുഷ്യരെ കൺട്രോൾ ചെയ്യാൻ സാധിക്കുന്നില്ല, അല്ലെങ്കിൽ ഇതുപോലെയുള്ള അനാർക്കി ലഹളകൾ അവർക്ക് കൺട്രോൾ ചെയ്യാൻ സാധിക്കുന്നില്ല. ഈസ് ലൂസ് അപ്പോൺ ദി വേൾഡ്, ലോകത്തിലുടനീളം യുദ്ധങ്ങളും കലഹങ്ങളുമാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. അത് മാത്രമേ ഇപ്പോഴുള്ളൂ. ദ ബ്ലഡ് ഡിം ടൈഡ് ഈസ് ലൂസ്ഡ്. ബ്ലഡ് ഡിംഡ് ടൈഡ് എന്ന് പറയുമ്പോൾ വേലിയേറ്റം. എന്തിൻ്റെ വേലിയേറ്റം? ബ്ലഡിൻ്റെ. അതായത് ബ്ലഡ് ഷെഡ് ആണ് നമുക്ക് എല്ലായിടത്തും കാണാൻ സാധിക്കുന്നത്. ഇപ്പോൾ ഫസ്റ്റ് വേൾഡ് വാറിൽ ഏകദേശം 21 മില്യൺ ആളുകൾ മരണപ്പെട്ടിട്ടുണ്ട്. ദ ലാർജസ്റ്റ് ആംഡ് കോൺഫ്ലിക്റ്റ് ഇൻ ഹിസ്റ്ററി ഇൻ ദാറ്റ് ടൈം. ആ ഒരു സമയത്തിലെ ഏറ്റവും വലിയൊരു പ്രശ്നമായിരുന്നു ഫസ്റ്റ് വേൾഡ് വാർ എന്ന് പറയുന്നത്. ലോകത്തിലുടനീളം നോക്കുമ്പോഴും ആളുകൾക്ക് ദൈവത്തിലുള്ള വിശ്വാസമൊക്കെ നഷ്ടപ്പെട്ടു കഴിയുകയും അവർ പരസ്പരം ലഹളയാണ്, കലഹിക്കുകയാണ്. അതുമൂലം ഒരുപാട് ആളുകൾ മരണപ്പെട്ടു പോകുന്നുണ്ട്. ദ സെറമണി ഓഫ് ഇന്നസെൻസ് ഈസ് ഡ്രൗണ്ട്. നമ്മൾ ചുറ്റുഭാഗം നോക്കുമ്പോഴും ഈ യുദ്ധത്തിൻ്റെ ആഫ്റ്റർ എഫക്റ്റ്, അവിടെ മരണപ്പെടുന്നത് ഭരണാധികാരികളല്ല, ഈ യുദ്ധം ചെയ്യാൻ പറയുന്ന ആളുകളല്ല, അവിടെ ഇന്നസെൻസ് ആണ്, പാവപ്പെട്ട മനുഷ്യരാണ്. അവരുടെ സഫറിങ്സ്, അവരുടെ പ്രോബ്ലംസ് ആണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അതായത് പവർലെസ് ആയിട്ടുള്ള ജനങ്ങളെയാണ് ഇവിടെ എക്സ്പ്ലോയിറ്റ് ചെയ്യപ്പെടുന്നത്. ദ ബെസ്റ്റ് ലാക്ക് ഓൾ കൺവിക്ഷൻ. എന്താ പറയുന്നത്? ഏറ്റവും മികച്ചത് എല്ലാ ബോധ്യങ്ങളുടെയും അഭാവം എന്നുള്ളതാണ്. എന്താ ഇവിടെ ഉദ്ദേശിക്കുന്നത്? നമുക്കറിയാം, യുദ്ധങ്ങളിലൂടെ നമുക്ക് കിട്ടുന്നത് അത് നെഗറ്റീവായിട്ട് മാത്രമേ നമ്മുടെ ലോകത്തെയും നമ്മുടെ ജനങ്ങളെയും ബാധിക്കുകയുള്ളൂ എന്ന് ചിന്തിക്കാനുള്ള എന്നൊരു ബോധത്തിൻ്റെ ഒരു അഭാവമാണ് ഏറ്റവും മികച്ചത് എന്ന് അദ്ദേഹം കളിയാക്കിയിട്ട് പറയുകയാണ്. വൈൽ ദ വേഴ്സ്റ്റ് ആർ ഫുൾ ഓഫ് പാഷനറ്റ് ഇൻറ്റൻസിറ്റി എന്ന് പറയുമ്പോൾ തീവ്രത. അപ്പോൾ ഇങ്ങനെ പറയാം, ഏറ്റവും മോശമായത് വികാര തീവ്രത നിറഞ്ഞതാണ്. ആളുകളുടെ മൈൻഡ് ഫുള്ളും സ്പിരിച്വാലിസം വിട്ടിട്ട് ഒരു മെറ്റീരിയലിസ്റ്റിക് വേൾഡിലോട്ട് ആളുകൾ മാറിക്കഴിഞ്ഞിട്ടുണ്ട്. ലോകത്തിൽ എവിടെ നോക്കുമ്പോഴും നമുക്ക് കാണാൻ സാധിക്കുന്നത് മരണമാണ്. ഇതാണ് ഫസ്റ്റ് സ്റ്റാൻസ. ഷുവർലി സം റിവലേഷൻ ഈസ് അറ്റ് ഹാൻഡ്. ഷുവർലി ദ സെക്കൻഡ് കമ്മിങ് ഈസ് അറ്റ് ഹാൻഡ്. ദ സെക്കൻഡ് കമ്മിങ് hardly are those words out when a vast image out of a spiritus mundi troubles my sight. Somewhere in sands of desert, a shape with lean body and the head of a man, a gaze blank and pitiless as the sun, is moving its slow thighs, while all about it reel shadows of the indignant desert birds. ആദ്യം ഇതുവരെയുള്ളതിൻ്റെ എക്സ്പ്ലനേഷൻ നോക്കാം. ഈ ഒരു സ്റ്റാൻസ് തുടങ്ങുന്നത് നമ്മുടെ പോയിറ്റിൻ്റെ ഒരു ഹോപ്പ്, നല്ലൊരു സിവിലൈസേഷൻ വരുന്നു എന്നുള്ള രീതിയിൽ. സെക്കൻഡ് കമ്മിങ്, അല്ലെങ്കിൽ ആരോ ഒരാൾ വരുന്നുണ്ട്. ആരായിരിക്കാം അത്? അതെ, ക്രിസ്ത്യൻ സിവിലൈസേഷൻ, അതായത് ഒരു ജീസസ് ക്രൈസ്റ്റിൻ്റെ വരവാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഒരു ബ്ലെസ്ഡ് ആയിട്ടുള്ള ടൈം. അന്നേ വരെയുള്ള എല്ലാ അനാർക്കികളും ലഹളകളും കലഹങ്ങളും അവസാനിച്ചിട്ട് ജീസസ് ക്രൈസ്റ്റ് നമ്മുടെ ലോകത്തിലോട്ട് ഇറങ്ങി വരികയും അപ്പോൾ നമുക്ക് എന്തായിരിക്കും ഒരു ബ്ലെസ്ഡ് ടൈം, നമുക്ക് ഒരു ഹോപ്പാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. Look at the title of the poem, The Second Coming. The poem's title references the Christian belief in the return of Jesus Christ. അതെ, നമ്മൾ ഇതുവരെ വായിക്കുമ്പോൾ സമയത്ത് നമുക്കും ഒരു പ്രതീക്ഷയായിരിക്കും, ആ ലോകത്തിൽ ഇതുവരെയുള്ള പ്രശ്നങ്ങളൊക്കെ അവസാനിക്കും, ഇനിയൊരു ബ്ലെസ്ഡ് ടൈമാണ്. എന്നാൽ തുടർന്നുള്ള വരികൾ വായിക്കുമ്പോൾ നമുക്കത് മനസ്സിലാകും അതങ്ങനെയല്ല എന്നുള്ളത്.
ഷുവറാണ് സെക്കൻഡ് കമ്മിങ് ഉണ്ട് എന്നുള്ളത്. പക്ഷെ അത് ജീസസിൻ്റെ അല്ല, പകരം ഒരു മോൺസ്റ്ററിൻ്റെയാണ്. അദ്ദേഹത്തിന് കാണാൻ സാധിക്കുന്നത് അദ്ദേഹത്തിൻ്റെ കാഴ്ചകളെ വളരെ ട്രബിൾസ് ആക്കുന്ന സ്പിരിച്ചസ് മുണ്ടിയുടെ ഇമേജാണ്. സ്പിരിച്ചസ് മുണ്ടി എന്നുള്ളത് ഇവിടെ ഉദ്ദേശിക്കുന്നത് ഒരു മോൺസ്റ്റർ, ഒരു സ്ഫിങ്സിനെയാണ്. ദ സ്ഫിങ്സ് വാസ് എ ഫിഗർ ഫ്രം ഈജിപ്ഷ്യൻ മിത്സ് which have the shape with lion body and the head of human and wings of bird. Sphinx was very treacherous and merciless and will kill and eat those who can't answer her riddle. നമുക്കറിയാം സ്ഫിങ്സിനെ കുറിച്ചിട്ട്. അപ്പോൾ നമുക്ക് എന്ത് മനസ്സിലായി? അവിടെ നമുക്കൊരു ഗുഡ് സിവിലൈസേഷൻ അല്ല വരാൻ സാധിക്കുന്നത്, വളരെ ക്രിസ്ത്യൻ സിവിലൈസേഷൻ്റെ ഒരു ബ്രേക്ക് ഡൗൺ ആണ് അവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഒരു ഡിസ്ട്രക്ഷനാണ്, ലോകത്തിൻ്റെ തന്നെ ഒരു ഡിസ്ട്രക്ഷനാണ് ആ ഒരു സെക്കൻഡ് കമ്മിങ്ങിലൂടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. എ ഗേസ് ബ്ലാങ്ക് ആൻഡ് പിറ്റിലെസ് ആസ് ദി സൺ ഈസ് മൂവിങ് ഇറ്റ്സ് ലോ തൈസ്. അത് എങ്ങനെയാണ് നീങ്ങുന്നത്? അതിൻ്റെ തൈസ് വെച്ചിട്ട്, അതിൻ്റെ തുടകൾ വെച്ചിട്ടാണ് അത് നീങ്ങുന്നത്. എ ഗേസ് ബ്ലാങ്ക്, ഒരു നോട്ടം, ശൂന്യമായിട്ടുള്ളത്, സൂര്യനെ പോലെ ദയില്ലാത്ത പിറ്റിലെസ് ആയിട്ടുള്ള നോട്ടമാണ് അതിനുള്ളത്. ഹി വാണ്ട് ടു സേ പിറ്റി ബട്ട് ഹി സീസ് ഗേസ് ബ്ലാങ്ക് ആൻഡ് പിറ്റിലെസ്. അതായത് വളരെ ക്രൂവലായിട്ടുള്ള, ട്രെച്ചറസ് ആയിട്ടുള്ള, മേഴ്സിലെസ് ആയിട്ടുള്ള എന്ന് കാണിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ കൊടുത്തിട്ടുള്ളത്. While all about it real shadows of the indignant desert birds, at the same time he sees ഷാഡോ ഓഫ് ദ ഇൻഡിഗ്നൻറ്റ്. അതായത് ഒരു ബേർഡിൻ്റെ പിക്ചർ, ഒരു ഷാഡോ അദ്ദേഹത്തിന് കാണാൻ സാധിക്കുന്നു. അതെങ്ങനെയുള്ളൊരു ബേർഡാണ്? ഇൻഡിഗ്നൻ്റ് ആയിട്ടുള്ള, അതായത് ആംഗ്രി ആയിട്ടുള്ള അല്ലെങ്കിൽ ഫിയർഫുൾ ആയിട്ടുള്ള ഒരു ബേർഡിനെയും നമുക്കവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. The darkness drops again, but now I know that 20 centuries of stony sleep were vexed to nightmare by a rocking cradle, and what rough beast its howl come round at last, slows towards Bethlehem to be born. ലോകം സിവിലൈസേഷന് ശേഷം ഇരുണ്ട് കൊണ്ടിരിക്കുകയാണ്. ലോകത്തിലുടനീളം ലഹളകളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഈ ഒരു 20 നൂറ്റാണ്ടുകളിലായിട്ട് ഒരു റോക്കിംഗ് ക്രാഡിൽ, ഒരു ആട്ടത്തൊട്ടിലിൽ കിടന്നുറങ്ങുകയായിരുന്നു. നല്ലൊരു ഉറക്കത്തിലായിരുന്നു ഈ സ്ഫിങ്സ് എന്ന് പറയുന്നത്, ആ ഒരു മോൺസ്റ്റർ. ദെൻ ഒരു നെയ്റ്റ് ഒരു പേടിപ്പെടുത്തുന്ന എന്തോ സ്വപ്നം കണ്ട പോലെ അത് നെട്ടി ഉണർന്നിട്ട് അതെന്ത് ചെയ്യുകയാണ്? അതിങ്ങനെ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. എവിടേക്കാണ് അത് പോകുന്നത്? ടുവാർഡ്സ് ബെത്ലഹേം ടു ബി ബോൺ, അതായത് ജീസസ് ക്രൈസ്റ്റിൻ്റെ ബർത്ത് പ്ലേസ് ആയിട്ടുള്ള ബെത്ലഹേമിലോട്ട് അതിങ്ങനെ നീങ്ങിക്കൊണ്ടിരിക്കുകയാണോ എന്നുള്ളൊരു റെട്ടോറിക്കൽ ക്വസ്റ്റ്യൻ കൂടിയിട്ടാണ് ഈ ഒരു പോയം അവസാനിക്കുന്നത്. ഈ ഒരു പോയം മിസ്റ്റീരിയസ് ആയിട്ടുള്ള ഒരു പ്രൊഫറ്റിക് ആയിട്ടുള്ള ഒരു പോയമാണ്. ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് ജീസസ് ക്രൈസ്റ്റ് മനുഷ്യരുടെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് അല്ലേ. ഒരു ബ്ലെസ്ഡ് ആയിട്ടുള്ളൊരു ടൈം വരുമെന്ന് പ്രതീക്ഷിച്ചിരിക്കുകയാണ്. പക്ഷേ ആ സമയത്ത് വരുന്നത് ആരാണ്? ഒരു ബീസ്റ്റാണ്. ആ ബീസ്റ്റ് വന്നിട്ട് ജീസസ് ക്രൈസ്റ്റ് ജനിച്ച സ്ഥലത്തോട്ടാണ് പോകുന്നത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇവിടെ വരുന്നത് നല്ലതല്ല, മറിച്ച് ഒരു ഡിസ്ട്രക്ഷനാണ്, ലോകത്തിൻ്റെ തന്നെ ഡിസ്ട്രക്ഷനാണ്. അത് വരുന്നതിന് വേണ്ടിയിട്ടാണ് ആ ഒരു ബീസ്റ്റ് ഇവിടെ വരുന്നത്. ഈ ഒരു പോയം ഒരു മോഡേണിസ്റ്റ് പോയമാണ്. കുറച്ച് പോയിൻറ്റ്സ് ഞാൻ പറഞ്ഞു തരാം. ദ സെക്കൻഡ് കമ്മിങ് ആസ് എ മോഡേണിസ്റ്റ് പോയം എന്നുള്ള നിലക്ക്. മോഡേണിസ്റ്റ് പോയട്രി ഡെമോൺസ്ട്രേറ്റ് ഡിസാറ്റിസ്ഫാക്ഷൻ വിത്ത് ദ എസ്തെറ്റിക് ആൻഡ് കൾച്ചറൽ വാല്യൂസ് ഓഫ് ദി പാസ്റ്റ്. In its poem, this is reflected aesthetically in the use of strange imagery that may surprise or even shock the reader. നമുക്കറിയാം, നമ്മൾ ഫസ്റ്റ് സ്റ്റാൻഡേർഡ് വായിച്ചു, സെക്കൻഡ് സ്റ്റാൻഡേർഡിലോട്ട് എത്തി. ആ ഒരു സെക്കൻഡ് കമ്മിങ്, അപ്പോൾ നമ്മൾ കരുതി അത് ആരാണ് വരാൻ പോകുന്നത്? ജീസസ് ക്രൈസ്റ്റ് ആണ്. എന്നാൽ തുടർന്നുള്ള വരികൾ വായിച്ചപ്പോൾ നമുക്കത് മനസ്സിലായി, അതാരല്ല, ജീസസ് ക്രൈസ്റ്റ് അല്ല, പകരം ഒരു സ്ഫിങ്സ് ആണ് വരുന്നത്. അപ്പോൾ നമുക്കവിടെ ഒരു റീഡേഴ്സിന് ഒരു സർപ്രൈസ് ആണ്, ഒരു ഷോക്കിംഗ് ആണ് തരുന്നത്. World War I was an important catalyst for the development of modernist literature. ഇനി നമുക്ക് വേൾഡ് വാറിനെ കുറിച്ചിട്ട് പറയാനുണ്ട്. The largest armed conflict in history in that time, in terms of high number of deaths, 21 million, the number of nations involved and the global geographic scope. Okay, it was very terrified ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആയിരുന്നു വേൾഡ് വാർ എന്ന് പറയുന്നത്. And the modernist poetry was in many ways a rejection of romantic poetry and its values, which is celebrated nature and the imagination. Modernist പോയിട്രി അല്ല, റൊമാൻറ്റിക് പോയിട്രി എന്ന് പറയുന്നത് നാച്ചർ, ഇമാജിനേഷനൊക്കെ ആയിരുന്നു അവിടെ ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്നത്. എന്നാൽ മോഡേണിസ്റ്റ് പോയിട്രി അങ്ങനെയല്ല എന്നുള്ളതാണ് പറയുന്നത്. പോയിന്റ്സ് നോക്കിക്കേ. മോഡേണിസ്റ്റ് പോയിട്രി ഷുഡ് അണ്ടർസ്കോർ ദ ചാലഞ്ചസ് ഓഫ് ലിവിങ് ഇൻ ആൻ ഇൻഡസ്ട്രിയലൈസ്ഡ് സൊസൈറ്റി. Instead of glorifying the human spirit, modernist poetry should shine a glaring spotlight on the damage industrialization was doing a Western psyche.
Instead of providing steady rhymes and rhythmic meters, modernist poetry should reflect actually human speech patterns. He expresses it, he showing the corruption and dissolution of old values that modernists witnessed. The poem describes the horror at the violence and immortality of the modern world in the second coming. Okay, thanks for watching.